ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുന്നത് അത് നമ്മൾ റവയും ക്യാരറ്റും വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 250 ml കപ്പിൽ 1 കപ്പ് റവയാണ്. ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇതിന് പാകത്തിനുള്ള ചെറിയ മധുരം ഉണ്ടാവുള്ളൂ. കുറച്ചുകൂടി നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞു കിട്ടാനാണ് കേട്ടോ ഇതെല്ലാം പാട് ഇപ്പം തന്നെ അരച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ താഴെ വരുന്ന തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുമ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ക്യാരറ്റിൻ്റെ കട്ടകളൊന്നും ഇല്ല കേട്ടോ, ആ തരികളൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് അങ്ങോട്ട് ടൈറ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. ഈ ഒരു ഇതാണ് കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് 2 പിഞ്ച് അപ്പസോഡ ചേർക്കുന്നുണ്ട്. അതായത് ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണേ. ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് തന്നെ ഒരു 2 പിഞ്ച് മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. ഇത് നമ്മൾ 2 രീതിയിൽ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ആദ്യത്തെ രീതി ഉണ്ണിയപ്പച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. അതുകൊണ്ട് മാത്രം ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയ്യാതെയും ഉണ്ടാക്കാൻ പറ്റും. ഓയിൽ തീരെ വേണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളൂ. ഒരു 3 മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് തന്നെ ആദ്യം നമ്മളിങ്ങനെ ഒഴിക്കുന്ന ഈ ഒരു ഭാഗം കുക്കായി വരും. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് 1 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നല്ല ഉള്ളൊക്കെ ആരെടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റവയും ക്യാരറ്റൊക്കെ വെച്ചിട്ട് റെഡിയാക്കി നോക്കിക്കോ. എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. റെഡിയാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ തൈര് ചേർത്തതിന് വരെ നിങ്ങൾക്ക് തൈര് വേണ്ടെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരളവിൽ എടുക്കുമ്പോൾ 1 കപ്പ് റവയും 1 ക്യാരറ്റും എടുക്കുന്ന സമയത്ത് തൈര് വേണ്ടെങ്കിൽ പകരം മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം 1 മിനിറ്റ് കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നന്നായിട്ട് മറ്റേ ഭാഗം മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തതും ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് വേറൊരു രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രം മതി. എന്നിട്ട് ഇത് കുഴിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പകുതി ഭാഗം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതും ഇന്നൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിവിടെ ഒരു ഭാഗം ആയപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിവിടെ ബാക്കിയുള്ള മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി മുകളിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അല്ലാതെയും റെഡിയാക്കി എടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് ചെറുക്കി എടുത്തിട്ടുള്ള തേങ്ങയാണ്. ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ഇങ്ങനെ മുരിഞ്ഞൊക്കെ വരുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ തേങ്ങയൊക്കെ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ. പിന്നെ ഇതിലേക്ക് ഒരല്പം കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തേങ്ങയും നട്ട്സും ഒന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് കഴിക്കാനും നല്ല അടിപൊളിയാണ്. ഇപ്പോൾ 10 മണിക്ക് സ്കൂൾക്ക് സ്നാക്ക് കൊണ്ടുവന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാനും, അതുപോലെ തന്നെ 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാനും, ഒരു വിരുന്നുകാർ വന്നാൽ പോലും നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്.
അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പാൻ്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് ഒരു 4 മിനിറ്റാണ് എനിക്ക് ഒരു കുക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് മറിച്ചെടുക്കാം കേട്ടോ. ഇത് മൊത്തത്തിൽ വെന്തിട്ടുണ്ട്, ജസ്റ്റ് ഈ ഒരു ഭാഗം കൂടി ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടൊന്ന് മറിച്ചിടുന്നെന്ന് മാത്രം കേട്ടോ. അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വേറൊരു പാൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. എന്താ പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഭാഗവും റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ആദ്യം ഉണ്ണിയപ്പം പോലെ റെഡിയാക്കിയത് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിലൊക്കെ ആരെടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയ ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ റവയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകളാണ്. അപ്പോൾ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളൊരു പോള പോലെ റെഡിയാക്കി എടുത്തതും കൂടി ഒന്ന് കട്ടാക്കി നോക്കാം. നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടോടെ തന്നെയാണ് കട്ടാക്കുന്നത്. നന്നായിട്ട് ആവി പാറുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി കാണുന്നുണ്ടോ എന്നറിയില്ല, നല്ല ചൂടാണ് കണ്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആരെടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.